ONV കുറുപ്പ്, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ഗിരീഷ് പുത്തഞ്ചേരി, ഇവരുടെയൊക്കെ PK ഗോപിയുടെ അടക്കം പാട്ടുകൾ, കവിതകൾ ഞാൻ എൻ്റെ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മനു മഞ്ജിത്താണ് പുതിയ പാട്ടുകൾ എഴുതുന്നത്. അപ്പോൾ അവരുടെ പാട്ടുകളും കൂടി വരില്ല. അപ്പോൾ എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്ന് ഞാൻ എഴുതുമായിരുന്നില്ല. മനസ്സിലായി? അച്ഛൻ്റെ അമ്മ അത് ഗിരീഷ് എഴുതിയപ്പോഴാണ് അതിൻ്റെ അങ്ങനെ ഒരു സംഭവം വന്നത്. എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ. ശരിക്കും പറഞ്ഞാൽ ഗിരീഷ് അതിന് പകരം വേറെ പാട്ടാണ് എഴുതിയത്. മഞ്ഞ് മഴക്കാലം എന്നാണ് അതിൻ്റെ തുടങ്ങിയത്. അതെനിക്ക് ഓർമ്മയുണ്ട്. മഞ്ഞ് മഴക്കാലം അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഉള്ളിലൊരു ഗാനരചയിതാവ് ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഗിരീഷിൻ്റെ അടുത്ത് പറഞ്ഞു, ഗിരീഷ് ഒരു സ്ട്രെയിറ്റ് ഫ്രം ദി ഹാർട്ട് വരുന്ന പോലെ ഒരു വിളി, ഒരു തേങ്ങലോട് കൂടിയിട്ടുള്ള ഒരു വിളിയിൽ പാട്ട് തുടങ്ങിയാൽ നന്നായിരിക്കും. 10 മിനിറ്റ് കൊണ്ട് എഴുതിയതാണ് എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ. അത് ഭയങ്കരമാണ്. മനസ്സിലായില്ല? അപ്പോൾ അത് അങ്ങനെ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ അവരുടെ നിന്ന് നല്ലത് കിട്ടാൻ ഒരു കാരണമായി ഈ ഗാനരചനയുടെ ഒരു താല്പര്യം. അതാണ് കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്ന നേരം എന്നുള്ള പാട്ടൊക്കെ എൻ്റെ പടത്തിൽ വന്ന എൻ്റെ പൊന്മട്ട താറാവില്ല. അപ്പോൾ അതൊക്കെ സന്തോഷം എനിക്കുള്ളത്. അത് ഞാനാണെങ്കിൽ എനിക്ക് അത്തരം കവിത വരികയില്ല. കാരണം എത്രയോ മനോഹരമായ ലിറിക്കാണ്. അത് ONV സാർ എഴുതിക്കൊണ്ട് കിട്ടുന്നതാണ്. കൈതപ്പുറത്തിൻ്റെ എത്രയോ മനോഹരമായ പാട്ടുകളാണ്. ആദ്യമായി കണ്ട നാളൊക്കെ അതിമനോഹരം. ജോൺസന് ശേഷം ഇളയരാജ ഒരുപാട് ചിത്രങ്ങളിൽ 10 സിനിമകൾ ഇളയരാജ ചെയ്തു. അതെ അതെ അതെ. അതൊരു താല്പര്യത്തിൻ്റെ പേര് വന്നതാണോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു ഡാൻസും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചേഞ്ചിന് വേണമെങ്കിൽ, ജോൺസനാണ് എൻ്റെ സ്ഥിരം മ്യൂസിക് ഡയറക്ടർ, അപ്പോൾ ഒരു ചേഞ്ചിന് വേണമെങ്കിൽ ഇളയരാജ നമ്മൾ പണ്ട് തൊട്ട് ആരാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇളയരാജയെ കൊണ്ട് ഒരു പാട്ട്, ഒരു പടം ചെയ്യിക്കണം എന്ന് ആഗ്രഹം. പക്ഷേ ജോൺസൺ 10-27 പടങ്ങൾ ജോൺസൺ ചെയ്തുകൊണ്ട് എനിക്ക് ജോൺസനെ മാറ്റാനും പറ്റില്ല. പക്ഷേ ഒരു വെറൈറ്റി വേറെ ആളുകളുടെ സംഭാവനയും കൂടി സിനിമയിൽ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് സിനിമയിൽ നമുക്ക് കുറേ കൂടി പഠിക്കാൻ പറ്റുന്നു. പുതിയ ക്യാമറ ഇപ്പോൾ 30 സിനിമയാണ് വിപിൻ മോഹൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തത്. വേറെ 2 ക്യാമറമാർ ചെയ്യുമ്പോഴാണ് നമുക്ക് വേറൊരു ആംഗിൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമുക്കും കൂടി പഠിക്കാനുള്ളതാണ്. സിനിമയ്ക്കത് മതി, പക്ഷേ നമുക്ക് കുറച്ചും കൂടി പഠിക്കാൻ പറ്റും. അപ്പോൾ ഇളയരാജയെ കൊണ്ട് പടം ചെയ്യിപ്പിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ജോൺസൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ്. ജോൺസനോട് ചോദിച്ചിട്ട് ആണ് ജോൺസൺ. അതിൽ ജോൺസൺ പറഞ്ഞൊരു വാചകം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒരു സുവർണ്ണ ലിപികളിൽ എഴുതി വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. ജോൺസണിനോട് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ജോൺസൺ പെട്ടെന്ന് വിചാരിച്ചത് സംഗീതം നൽകാൻ വിളിക്കുകയാണെന്നാണ്. എന്നാണ് വരണ്ടേ എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുകയാണെന്ന് ജോൺസൺ വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ജോൺസൺ ഞാൻ ഒരു പടം ഇളയരാജയെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞാൽ ചെയ്യണം മാഷെന്ന് തന്നെ തമാശയ്ക്ക് വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ജോൺസന് പ്രയാസമില്ലെങ്കിൽ മാത്രം. ജോൺസൺ പറഞ്ഞു, സിനിമയുള്ളത് കൊണ്ടാണ് നമ്മൾ സുഹൃത്തുക്കളായത്. സിനിമയിലെ നമ്മൾ സുഹൃത്തുക്കളായത്, സിനിമയുള്ളതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളായത്. ആ സൗഹൃദം നിലനിർത്താൻ സിനിമ വേണമെന്നില്ല. അത് വല്ലാത്ത ഡയലോഗല്ലേ?